നമുക്കിവിടെ സംസാരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ എവിടെ നോക്കിയാലും ഏതൊരവസ്ഥയിൽ പക്ഷെ അത് ചർച്ച ചെയ്യാനും നിയന്ത്രിക്കാനുമൊന്നും നമ്മുടെ വീട്ടുകാർക്ക് സമയമില്ല. അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ആ ഭാഗം ചിന്തിക്കാനുള്ള അവസ്ഥയിലല്ല ഇപ്പോഴുള്ളത്. ഏതൊരു പെൺകുട്ടിയുടെ കയ്യിലാണ് മൊബൈൽ ഫോൺ ഇല്ലാത്തത്? പെൺകുട്ടികൾ ചാടിപ്പോകുന്ന വിവരങ്ങൾ, പെൺകുട്ടികൾ അങ്ങോട്ട് ചാടിപ്പോയി ഇങ്ങോട്ട് ചാടിപ്പോയി അങ്ങനെ പറയും. നമുക്ക് ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഉസ്താദുമാരോടും തങ്ങന്മാരോടൊക്കെ ധാർപ്പിക്കും. തങ്ങന്മാരും ഉസ്താദുമാരും ചില ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നു യാഥാർത്ഥ്യമാണ്, അങ്ങനെ തന്നെയാണ്. അതവർക്ക് അല്ലാഹു കൊടുത്തൊരു തൗഫീഖാണ്. ദുആ ചെയ്യാനുള്ള ഒരു വസ്തുക്കളാണ് ഉസ്താദുമാരും തങ്ങന്മാരും എന്ന് ചില ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഉസ്താദുമാരും തങ്ങന്മാരൊക്കെ ദുആ ചെയ്തു, എന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? ചാടിപ്പോകേണ്ടുന്ന വ്യക്തികൾ പൊന്നുമക്കളങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെയാ ദുആ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ കണ്ണുനീരിലേക്ക് ദുആ ചെയ്തിട്ട് ഫലമുണ്ടോ? നമ്മളൊക്കെ കോഴിക്കോട്ട് നിന്ന് എറണാകുളത്തിലേക്കുള്ള ബസ്സിൽ കയറിയിരുന്ന് കാസർഗോഡ് എത്താൻ വേണ്ടി ദുആ ചെയ്യിപ്പിച്ചാൽ എവിടെങ്കിലും എത്തുമോ? നമ്മുടെ ലക്ഷ്യം എറണാകുളത്തെത്താൻ, അതിനു വേണ്ടി ദുആ ചെയ്യണം. കാസർഗോഡുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട്, എങ്ങനെ എത്താനാണ്? ഉസ്താദുമാരെ കൊണ്ടൊക്കെ ദുആ ചെയ്യിപ്പിക്കും. ചില ആളുകളുണ്ട് ഉസ്താദുമാരടുത്ത് സുബ്ഹാനല്ലാഹ്, ചില യുവാക്കൾ ദുആ ചെയ്യിപ്പിക്കുന്ന രംഗം. എന്തിനാണ്? ഒരു വിസ കിട്ടാൻ. ഉസ്താദ് സാധു ദുആ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. വിസ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യും. വിസ കിട്ടിക്കഴിഞ്ഞപ്പോ ഓടി വന്നിട്ട് ഉസ്താദെ ദ്വാരക്കണം, നിർത്താനല്ല, വിസ കിട്ടി അതുകൊണ്ട് ദുആ ചെയ്യണ്ട എന്നല്ല. ദ്വാരക്കണം കേട്ടോ, വിസ കിട്ടിയിട്ടുണ്ട്. എന്തിനാ ടിക്കറ്റ് കിട്ടാൻ ദ്വാരക്കണം? ടിക്കറ്റ് കിട്ടാനെന്താ? ടിക്കറ്റ് കിട്ടിയപ്പോ ആ ചെറുപ്പക്കാരൻ ഓടി വന്ന് ഉസ്താദെ ടിക്കറ്റ് കിട്ടി, ദ്വാരക്കണം കേട്ടാ. ദ്വാ നിർത്തണം എന്നല്ല പറയുന്നത്, ദ്വാ ചെയ്യാൻ തന്നെയാ. ഇനി എന്തിനാ ദ്വാരക്കുന്നത്? ഇനി യാത്രക്ക് എളുപ്പമാവാന് എന്നായിക്കോട്ടെ, ആ സാധു ഉസ്താദ് ദ്വാരക്കുന്നു. അങ്ങനെ യാത്ര തിരിക്കുകയാണ്. നാളെ പോകണം. രാവിലെ ഇവൻ വന്നിട്ട് ഉസ്താദുമാരോട് വന്നിട്ട് പറഞ്ഞു ഉസ്താദെ ദ്വാരക്കണം. അപ്പോഴും നിർത്തുന്നില്ല. 10 മണിക്ക് വീട്ടിലെത്താൻ പറഞ്ഞു. 10 മണിക്ക് വീട്ടിലെത്തി. സുബ്ഹാനല്ലാഹ്, വീട്ടിലെത്തിയിട്ട് അവിടുന്ന് ഫാത്തിഹ വിളിച്ചു ഉസ്താദ് ദ്വാരന്നു. ഉസ്താദ് ദ്വാരന്നിട്ട് കൈപ്പിടിച്ച് യാത്ര പറഞ്ഞ് തിരിക്കുമ്പോ നിങ്ങൾ ദ്വാ കൊണ്ട് അൽഹംദുലില്ലാഹ് ഇവിടം വരെ എത്തി, ഇനി ദ്വാരക്കണ്ട കേട്ടാ പറയൂല. കൈ പിടിക്കുന്ന സമയത്ത് ഉസ്താദെ ദ്വാരക്കണം കേട്ടാ. ഇനി എന്തിനാണ്? അവിടെ പോയിട്ട് ജോലിക്ക് റാഹത്താവാൻ. ജോലി റാഹത്തായി ഫോൺ ചെയ്തിട്ട് പറയുന്നു നല്ല ജോലിയാണ്, ദ്വാരക്കണം കേട്ടാ. അപ്പോഴും ദ്വാ നിർത്തണം എന്ന് പറയോ? 2 കൊല്ലം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വരുന്ന സമയം പഴയ ഉസ്താദ്, എപ്പോഴും ദുആ ചെയ്ത പൊന്നു ഉസ്താദ്. പക്ഷെ ആ ഉസ്താദിനെ വടിയില് സുബ്ഹാനല്ലാഹ് വടിമധ്യേ വടിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. വടിയിൽ വെച്ച് കാണുമ്പോ ഉസ്താദേന്ന് 100 വട്ടം വിളിച്ച ഈ ഗൾഫുകാരൻ ഇപ്പൊ കണ്ടപ്പോ മൊയ്തേരെന്നാണ്. ആ മൊയ്തേരെ സ്ഥലമാണ്. ചിലപ്പോ നെട്ടിപ്പോവും. ഞാനൊക്കെ ദർശനത്തുന്ന സ്ഥലത്ത് ശരിച്ചിട്ടാ വിളിക്കാം മൊയ്തേരെ. അത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും. അപ്പൊ ഓരോ രാജ്യത്ത് ഓരോ ശൈലി. അപ്പൊ പോകുമ്പോ ഉസ്താദ് വന്നപ്പോഴൊക്കെ മൊയ്തേരായി. പിന്നെ ഉസ്താദ് എന്നൊക്കെ വിളിക്കാനും മടി. അങ്ങനത്തെ കുറെ ചുറുചുറുക്കുള്ള മക്കൾ യുവാക്കളൊക്കെ അങ്ങനെയുമുണ്ട്. പോകുമ്പോ ഉസ്താദിന്റെ കൈപ്പിടിച്ച് ദുആ ചെയ്യിപ്പിച്ച് പോയ ആ വന്യ ഉസ്താദിന്റെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് ഇറങ്ങിയവൻ തിരിച്ചു വന്നപ്പോ സമയമില്ല, ഉസ്താദിനെ കാണാൻ സമയമില്ല. പിന്നെ മുസ്ലിയാരായി പോയി, മഹിളയരായി പോയി, അല്ലെങ്കിൽ വേറെ വല്ല പേരുമായി പോയി. ഇങ്ങനെ കുറെ ആളുകൾ. പക്ഷെ ഞാൻ പറയുന്നത് സ്വന്തം കുടുംബത്തെ, പ്രിയപ്പെട്ട ഭാര്യയുടെ ജീവിത ശൈലി എന്താണ് എന്ന് നോക്കാതെ നടക്കുന്ന എത്രയോ ആളുകൾ. ഞാനിവിടെ പറയുന്നത് യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ. 2 തരമാണ് മഹാനായ അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. 2 തരം ഇവിടെ പഠിപ്പിക്കുന്നു. ഒന്ന്
കോടിക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന റബ്ബിന്റെ കോടതിയിൽ കരയാത്ത പണ്ഡിതനുണ്ടോ? കരയാത്ത ആരിഫീങ്ങളുണ്ടോ? സാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ഔലിയാക്കൾ എല്ലാവരും തടിച്ചുകൂടി നിൽക്കുമ്പോ നബിയേ, അവിടുത്തെ പാവപ്പെട്ട ഉമ്മത്തിനെ കാണാം. എങ്ങനെയെന്നറിയുമോ? അവരാകെ കള്ളുകുടിച്ച് മസിച്ചവരെ പോലെ നടക്കുന്ന രംഗം കാണാം. വമാഹും ബിസുക്കാറ, അവര് കള്ളുകുടിച്ചത് കൊണ്ടല്ല, മസ്താക്കുന്ന മറ്റു വസ്തുക്കൾ വല്ലതും കടിച്ചത് കൊണ്ടല്ല, നേരെ മറിച്ച് വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ കഠിനമായ അദാബെന്ന് കാണുമ്പോ ഓ സഹാബത്തേ, അവരാകെ കുടിയന്മാരെ പോലെ ആയിത്തീരും. അല്ലാഹു തആല കാരുണ്യത്തിന്റെ നേതാവ് മുഖേന പഠിപ്പിക്കുന്നുവെങ്കിൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി, മുഴുവൻ ആളുകളും പരസ്പരം മക്കളെ വിളിക്കുന്നു, ഉമ്മയെ വിളിക്കുന്നു, ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നു, പരസ്പരം അങ്ങുമെങ്ങും വിളിച്ചുകൊണ്ട് അട്ടഹസിച്ച് കണ്ണുനീരൊടുക്കുന്ന സമയം, ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയത്ത് ഉമ്മമാരെ, ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോ ഇന്ന അതിനാ അഖിലിന്നാർ, നരകക്കാർക്ക് ലഭിക്കുന്ന രംഗം കണ്ടിട്ട് പൊട്ടിക്കരയുന്ന സമയത്ത് കോടിക്കണക്കിന് കിലോമീറ്റർക്ക് അപ്പുറത്ത് കിടക്കുന്ന സൂര്യന്റെ ചൂട് തട്ടാൻ കഴിയാതെ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുമ്പോ സൂര്യൻ അസ്തമിച്ച മണിക്കൂറുകളായി, എന്നിട്ടും നമുക്ക് ചൂട് സഹിക്കാൻ വയ്യ അല്ലേ? ഒരു താൾ മുകളിലെന്ന് നിൽക്കുന്ന സമയത്ത് ആ കാണുന്ന തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും ഉമ്മമാരെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീക്കടലുണ്ടല്ലോ, മിൻ സബഈന ജുസ്അൻ മിൻ നാരി ജഹന്നമ. ഓ സഹോദരീ, നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളറയിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീക്കണൽ നിങ്ങളുടെ കൈ കൊണ്ടൊന്നെടുക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സ് വരുമോ? അതിനേക്കാളും 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിലേക്ക് നീ ഞങ്ങളെ വലിച്ചെറിഞ്ഞാലും ഇവിടെ നിർത്തല്ല റഹ്മാൻ. ഇതെന്തൊരു രംഗമാണ്, ഇതെന്തൊരു സ്ഥലമാണ്, ഇതെന്തൊരു ഭയാനകരമായ സ്ഥലമാണ്. ഒരു ചാൽ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോ ഏത് മനുഷ്യനാണിത് പറയാതിരിക്കുന്നത്? ജഹന്നമിലേക്ക് വലിച്ചെറിഞ്ഞാലും ആ സമയത്ത് 2 തരം ആളുകളെ കാണാമെന്ന് മഹത്തുക്കളായ ആരിഫീങ്ങൾ പഠിപ്പിക്കുകയാണ്, മഹാന്മാരായ ആരിഫീങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കാണുന്നു, ആ മക്കളുടെ അരികിലേക്ക് ഓടിച്ചെല്ലുമ്പോ ഇന്ന അവ്വലമായ തഅല്ലഖു ബിർറജുലി അഹ്ലുഹു വ വലദുഹു യഖൂലൂന യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ. ഓ ഈമാനുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന പിതാക്കളെ, മക്കളുടെ അരികിലേക്ക് ഓടിച്ചെല്ലുന്നു. ആ സമയത്ത് മക്കൾ പറയുന്നത് യാ റബ്ബൽ ആലമീൻ, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എന്നെ വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് ഈ നിൽക്കുന്നവനെയാണ്. ഈ മനുഷ്യൻ എന്റെ ഉപ്പയാണ്. ഗൾഫ് നാടുകൾ പോയി കഷ്ടപ്പെട്ട ആയുസ് മുഴുവനും അവിടെ ചെലവഴിച്ചു. വർഷത്തിൽ 2 വർഷം കൂടുമ്പോ 4-5 മാസം ലീവടിച്ചുകൊണ്ട് നാട്ടിൽ വന്നു. രാവിലെ അതാ പത്രം വായിച്ച് വീടിന്റെ മുറ്റത്തിരിക്കുന്നു. ഞാൻ സ്കൂളുകളിലേക്ക് പോകുന്ന സമയത്ത്, കോളേജുകളിലേക്ക് പോകുന്ന സമയത്ത് മോളെ ആയിഷ റസൂലുള്ളാഹിനെ മറന്നുകൊണ്ട്, ഇസ്ലാമിനെ അവഹേളിച്ചുകൊണ്ട്, നീ നിന്റെ മാറിടം വെളിവാക്കിക്കൊണ്ട്, നീ നിന്റെ ശരീരം വെളിവാക്കിക്കൊണ്ട് മോളെ നടക്കല്ല. ഈ വാപ്പ ചുറ്റുപടുത്ത മണലിൽ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിന്നെ ഞാൻ തോറ്റുന്നത്, നിന്നെ ഡിഗ്രിക്ക് പഠിപ്പിക്കാനുള്ള വഴി ഉണ്ടാക്കുന്നത്. നീ പോകല്ല മോളെ. അതാ ആൺകുട്ടികളെ വിളിച്ചുകൊണ്ട് മോളെ റസൂലുള്ളാഹിനെ മറന്നിട്ട്, ഇസ്ലാമിനെ മറന്നുകൊണ്ട്, ദീനിനെ താറടിച്ചുകൊണ്ട് നീ എങ്ങോട്ടും പോകരുത്. ഓ പടച്ചവരെ, എന്റെ വാപ്പ എന്നെ കുറിച്ച് പറഞ്ഞില്ല,
എന്റെ ഉപ്പ എന്നോട് ഉപദേശിച്ചില്ല. വഹുതികതിസ്സുതൂറു അനിൽ മആസി വജാഅ ജംബു മക്ശൂഫൽ ഗിസാഇ. ആ പുരുഷന്മാരാണ് കുട്ടികളും പെൺമക്കളും.